A1 വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളെ 6ാമത്തെ കടയാണ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓപ്പണിങ്ങിൻ്റെ കാര്യമൊന്നും ആയിട്ടില്ല. എന്തായാലും തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യണം എന്നുള്ളതാണ് വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മളെ കടയിൽ ഇനി എന്തൊക്കെയാണ് സാധനങ്ങൾ കമ്മിയുള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെ സാധനങ്ങളാണ് ഞങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്, എന്തൊക്കെ സാധനങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചേണ്ടത്, അങ്ങനെ കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായമാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നീങ്ങിയിട്ടുള്ളത്. പച്ചക്കറിക്കൊരു വിശാലമായിട്ടുള്ള സ്ഥലം തന്നെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് ഉഷാറാക്കണം. അവിടെ ചെറിയൊരു ബൾബിൻ്റെ കമ്മിയുണ്ട്. അപ്പോൾ എന്തായാലും ഓപ്പണിങ്ങിൻ്റെ ടൈം ആകുമ്പോഴത്തേന് അതൊക്കെ റെഡിയാവും. ഓപ്പണിങ്ങിൻ്റെ വിവരങ്ങളായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ എന്തായാലും വരും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത കാര്യങ്ങൾ മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ വീഡിയോ എടുത്തുക്കുന്നത്. നമുക്ക് ആ ഫ്രീസറിൻ്റെ ആ ലൈറ്റും കൂടെ വേണമെങ്കിൽ ഇടാം. അതിൽ ലൈറ്റ് ഉണ്ടോ? ആ ഇല്ല, അത് നോക്കാം. വേണമെങ്കിൽ ഒന്ന് ഇടണമെങ്കിൽ അത് ഇട്ടളി. എന്താ വെച്ചാൽ അതിൻ്റെ ലൈറ്റും കൂടി ഒന്ന് കാണും അപ്പുറത്ത്. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീസറൊക്കെ എത്തിയിട്ടുണ്ട്. ഐസ്ക്രീമിൻ്റെ ഫ്രീസറൊക്കെ എത്തിയിട്ടുണ്ട്. സ്കൂളിൻ്റെ അടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ A1 എക്സ്പ്രസ് എന്ന് തന്നെയാണ് നമ്മൾ പേര് കൊടുത്തുള്ളത്. മുടിക്കോടുള്ളവർക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നെല്ലിക്കുത്ത് സ്കൂളിൻ്റെ അടുത്താണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്. നെല്ലിക്കുത്ത് സ്കൂളിൻ്റെ അടുത്ത് കേക്കേക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇനി കുറച്ചും കൂടെ സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്ട്. ഉജാലൻ്റെ സോപ്പ് പൊടി കാര്യങ്ങളൊന്നും ഇവിടെ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ അരികൾ നമ്മൾ ആവശ്യത്തിനുള്ള മാത്രം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഗോഡൗണിലാണുള്ളത്. എന്തായാലും അഭിയേ നമുക്ക് ഈ മൊത്തത്തിലുള്ള ഷോവും കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് ഇപ്പോൾ നമ്മൾ പ്ലേറ്റ് ഗ്ലാസ് സാധനങ്ങളൊക്കെ അത്യാവശ്യം വേണ്ടത് മാത്രമേ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വണ്ടി മുന്തിരി ആയിക്കോട്ടെ, ഇപ്പോൾ ബാക്കിയുള്ള നമ്മൾ റെഡ് കളറുകൾ, അതുപോലെ തന്നെ ബിരിയാണിക്കുള്ള വേണ്ട എല്ലാ സാധനങ്ങളും, പിന്നെ അതുപോലത്തെ പിസ്ത എസൻസ്, മാംഗോ ബിരിയാണി എസൻസ്, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം വേണ്ട ബൾബുകൾ, പിന്നെ പാമ്പേഴ്സുകൾ, സ്റ്റേഫ്രികൾ, ഒരുപാട് ഐറ്റംസുകൾ, ആർക്കേജുകൾ, ഹോർലിക്സുകൾ, പിന്നെ ഈ കോഫിൻ്റെ ഐറ്റംസ് തന്നെ ഒരുപാട് കോഫികൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നൂഡിൽസുകളായിക്കോട്ടെ, നൂഡിൽസുകളൊക്കെ നമ്മൾ ഓഫറിൽ തന്നെ ഒരുപാട് നൂഡിൽസുകൾ ഇവിടെ ഇഷ്ടം പോലെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും നമ്മൾ തിങ്കളാഴ്ച തന്നെ ആൾക്കാരെ നമ്മൾ ഓപ്പണിങ് വരുന്നത്. തിങ്കളാഴ്ച തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും. അത് അപ്പോൾ ഇതിനാവും എന്നുള്ളതാണ് നമ്മൾ വിശ്വാസം. പിന്നെ അതുപോലെ തന്നെ ഏകദേശം എല്ലാ സാധനങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ ഉൾപ്പെടുത്തണം, എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കസ്റ്റമറാണ് അറിയിക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളതും. എന്തായാലും കൂടുതൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കി. പിന്നെ അതുപോലെ തന്നെ സ്റ്റാർ പ്ലസിൻ്റെ, അതുപോലെ 5 സ്റ്റാറിൻ്റെ എല്ലാ മസാലകൾ, സൂപ്പർനോവ, ഡവണ്, അതുപോലെ തന്നെ സൺഫ്ലവർ, ഗോൾഡ് വിന്നർ, ഇങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും, ഇപ്പോൾ ഓയിലുകളായിക്കോട്ടെ. ഇനിയിപ്പോൾ ഒരു ഹോട്ടലിൻ്റെ പാർട്ടി വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാം സുരഭി, സാദാ മൈദ, രണ്ട് മൂന്ന് ഐറ്റം മൈദകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൺപ്ലസിൻ്റെ ലിക്വിഡൊക്കെ പുതിയ ഒരു രൂപത്തിൽ ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ പാക്കറ്റായിട്ടാണ് വരുന്നത്. 5 ലിറ്റർ തന്നെ നല്ലൊരു ഓഫറിൽ തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാൻ കഴിയും. പിന്നെ ഇവിടെ കുട്ടികൾക്ക് വേണ്ട ഡയറി മിൽക്ക് 250 മുതൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബിരിയാണി അരി, ഇതൊക്കെ നമ്മൾ കുറച്ച് മാത്രമേ ഇവിടെ കുത്തി വെച്ചിട്ടുള്ളൂ. കാരണം അതിനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉള്ളൂ. നമ്മൾ വിചാരിച്ചതിന് കുറച്ചും കൂടെ വലിയ റൂം കിട്ടും എന്നുള്ളതായിരുന്നു. നമുക്ക് കിട്ടിയിട്ടില്ല ഈ ഭാഗത്ത്. പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ വേണ്ട, അതായത് ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ ഈ ഒരു കടയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വാസം. ഇപ്പോൾ ഹിമാലയൻ്റെ ഫേസ് വാഷ് മുതൽ ഹിമാലയൻ്റെ ബോഡി ലോഷന്, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും, ഇപ്പോൾ എയർ ഫ്രഷ്നർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും, ബഞ്ചാരാസിൻ്റെ ബ്ലാക്ക് ഹെയർ ഡ്രൈ മുതൽ എല്ലാ സാധനങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗുഡ് ഹോമിൻ്റെ എയർ ഫ്രഷ്നർ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ തലയിൽ തേക്കുന്ന ജെല്ല്, ഇങ്ങനെ തുടങ്ങി ഒരുവിധം സോപ്പുകളൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ചില കടകളിലൊന്നും സബാമഡിൻ്റെ സാധനം ഒന്നും കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ നമ്മൾ സബാമഡിൻ്റെ സാധനങ്ങൾ വരെ ഈ ഒരു കടയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. സബാമഡിൻ്റെ ലോഷന്, പിന്നെ അതുപോലെ തന്നെ ബോഡി ലോഷന്, അതിൻ്റെ സോപ്പ്, ക്ലിനിക് പ്ലസ്, പോൺസ്, ഇങ്ങനെ വേണ്ട ഒരുവിധം സാധനങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഹമാമിൻ്റെ ഹിമാലയൻ്റെ സോപ്പ് ആയിക്കോട്ടെ, പിയേഴ്സ്, ലെക്സസ്, റെക്സോണ, ഇങ്ങനത്തെ എല്ലാ ഒരുവിധം സാധനങ്ങൾ
മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അമൂലിൻ്റെ പാൽപ്പൊടി ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കേക്കേക്കരയിലെ കസ്റ്റമർ അല്ലെങ്കിൽ നെല്ലിക്കുത്തിലെ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മൾ മുടിക്കോട് പിന്നെ അതുപോലെ തന്നെ വെള്ളാങ്കാട് ഇങ്ങനെയുള്ള ഇവിടുത്തെ കസ്റ്റമറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പ് ഏകദേശം ആളുകൾക്കൊക്കെ അറിയുണ്ടാവും. എവിടെ നമ്മൾ ബോർഡ് കൊടുത്തപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നു. ഇത് നമ്മളെ പുതിയ ബ്രാഞ്ചാണല്ലേ, ഉഷാറാക്കണേ നമുക്ക് എന്നൊക്കെ എല്ലാ അഭിപ്രായം ഭയങ്കര സപ്പോർട്ടാണ് എല്ലാം കൊണ്ട്. ഈ സപ്പോർട്ടിന് നിങ്ങൾക്കുള്ള ഏറ്റവും കൂടുതൽ നന്ദി ഞങ്ങൾക്ക് കസ്റ്റമറോട് മാത്രമാണ് പറയാനുള്ളത്. അതാണ് ഞങ്ങൾക്ക് ഈ 6ാമത്തെ ബ്രാഞ്ചും വളരെ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുന്നത്. എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുക. ഏകദേശം അതായത് ഇപ്പോൾ പുട്ടുപൊടിയാണെങ്കിൽ തന്നെ പുട്ടുപൊടി, പാലപ്പം, പിന്നെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇപ്പോൾ എലൈറ്റിൻ്റെ ഈസി പാലപ്പം ഒന്നും ഒരുവിധം സ്ഥലത്തൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ അതുവരെ ഈ ഒരു കടയിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും നിർബന്ധമായിട്ട് രേഖപ്പെടുത്തുക. ഇപ്പോൾ റവകളായിക്കോട്ടെ, ഇനിയിപ്പോൾ ഒന്നും വേണ്ട, എന്താ പറയുക, ഇപ്പോൾ എന്താ നമ്മളിതിന് ചാമരി പാക്കറ്റായിട്ടുണ്ട്, ലൂസായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് ലൂസായിട്ടുണ്ട്, പാക്കറ്റായിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും. അതായത് ഒരുവിധം ഒരു ഹൈപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ കിട്ടുമോ അതൊക്കെ ഇവിടെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഞങ്ങളെ ഈ ഒരു കട കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളെ കസ്റ്റമർ അഭിപ്രായം? ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇനി എന്താണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാം. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. ഇതിലേക്ക് ഇനി കുറച്ചും കൂടി കുറച്ചല്ല ഒരുപാട് സാധനങ്ങളും കൂടി ആഡ് ചെയ്യാണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് നമ്മൾ ഓപ്പണിങ്ങിൻ്റെ തലേ ദിവസം നമ്മൾ ഇനി ഒരു വീഡിയോ ഇടും. അപ്പോൾ ഇന്നായിട്ടുള്ളത് ബുധനാഴ്ച, വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസം ഇനിയുണ്ട്. 5ാമത്തെ ദിവസമാണ് നമ്മളെ ഉദ്ഘാടനം വരുന്നത്. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചുള്ള ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും എന്തായാലും വരാനുണ്ട്. ഞങ്ങൾ എന്തായാലും ഈ ഒരു ഭാഗം ഇപ്പോൾ നമ്മൾ കേക്കേക്കര, നെല്ലിക്കുത്ത്, ചുണ്ടമണ്ണ് ഇങ്ങനത്തെയുള്ള ഭാഗങ്ങളൊക്കെ ഞങ്ങളെ എക്സിക്യൂട്ടീവ്സും അതുപോലെ തന്നെ ഞങ്ങളും മാനേജ്മെൻറ്റും ഒരുമിച്ച് തന്നെ വന്ന് എല്ലാവരും ക്ഷണിക്കണം എന്നുള്ളതൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഓപ്പണിംഗ് വിചാരിച്ചത്. ഇപ്പോൾ നമ്മൾ ഓപ്പണിംഗ് എന്നാ വരിക 13, 14 അല്ലേ നമ്മളത് വരിക? 13 അല്ലേ വരിക? 13-ാം തീയതി തിങ്കളാഴ്ചയാണ് നമ്മൾ ഓപ്പണിംഗ് കുറച്ചും കൂടി നീട്ടി വെക്കാനുള്ള കാരണം അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും വീഡിയോ മൊത്തത്തിൽ നമ്മൾ ഷോപ്പ് എടുത്തു കൊടുത്തില്ലേ കസ്റ്റമർക്ക്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ഞങ്ങളും മുന്നോട്ട് നീങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ ബൈ.